പോലീസിനെതിരായ ഒരു കംപ്ലൈന്റ് സഖാവിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നോ? അതായത് ഈ ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു പാലോട് സ്വദേശി വന്നിരുന്നു. ബിന്ദുവിന്റെ കേസ് ഗൗരവമായിട്ട് എടുത്തു. പോലീസിനോട് അന്വേഷിച്ച് നടപടി എടുക്കാനും പറഞ്ഞു. പക്ഷെ അവർക്ക് ആ പരാതിക്കാരിയായിട്ടുള്ള കേസ് എടുക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങണമെന്ന് പറഞ്ഞു. ഓ, അത് ശരി. ഈ അവർക്ക് പോലീസിനെതിരായിട്ട് നടപടി എടുക്കുകയാണ് ഇപ്പോ. പോലീസിനെതിരായിട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പരാതി അവർ വന്നത് പോലീസ് സ്വാഭാവികമായുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് എന്നുള്ള മട്ടിലായിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അതെന്താ കാര്യം വെച്ചാൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കും. അതെ. പക്ഷെ പോലീസ് നിങ്ങളോട് മോശമായി പെരുമാറുമെങ്കിൽ അതിനെതിരായിട്ട് നടപടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് നടപടി തുടങ്ങിയല്ലോ. ഈ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഈ പോലീസിനെതിരെ നടപടി ഉണ്ടാവും. അവരുടെ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടി എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ കേസെടുക്കണമെന്ന് ഇവർ പറയുന്നത്. അത് നിയമപരമായിട്ട് പരാതിക്കാർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ പെറ്റീഷനോ അല്ലെങ്കിൽ കോടതിയോ സമീപിച്ചാലേ പറ്റുള്ളൂ. അതാ പറഞ്ഞത്. ഹരി തുടരുന്നുണ്ട്. ഹരി, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ നടപടികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. നേരത്തെ നമ്മൾ ബിന്ദുവിന്റെ ടെലിഫോണിലുള്ള ശബ്ദം കേട്ടതാണ്. അതായത് ഗൗനിക്കാത്ത രീതിയിൽ ഇത് സ്വാഭാവികമാണ്, കേസെടുക്കും. അതെ, അങ്ങനെയാണ് എന്നാണ് ബിന്ദുവിന്റെ പ്രതികരണം. ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഈ നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ നടപടിയെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അപ്പോൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ആ നടപടി എടുക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ? ദിവസങ്ങൾ ഒരുപാടായില്ലേ? ഒരുപാടായി. നടപടിയുടെ ഭാഗമായുള്ള ഒരു മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ ഒരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ വാങ്ങിയതിന് ശേഷം അതിലെന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിൻ്റെ സാഹചര്യമുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഈ ജീവനക്കാരെ, പോലീസുകാരെ രണ്ടുപേരെയും, അതായത് പ്രസന്നനും പിന്നെ മറ്റ് ആരെങ്കിലും ആരോപണ വിധേയരായി ഉണ്ടെങ്കിൽ അവരെയും സസ്പെൻഡ് ചെയ്തുള്ള ഒരു അന്വേഷണമായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇത്രയും ദിവസം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് കൂടി പോലീസുകാർക്കെതിരെ ഒരു നടപടി എടുത്തില്ല. കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിട്ടുമില്ല. ഇത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി ഈ ആരോപണ വിധേയനായ പോലീസുകാരനെയും ഒപ്പം തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയും മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്.